ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമാജിനറി എക്സ്പെരിമെന്റ് ചെയ്യണം എന്ന് പറയാനാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇമാജിൻ ചെയ്യുക. നിങ്ങളൊന്ന് ഭാവനയും കാണുക. നിങ്ങളുടെ കയ്യിൽ 2 ക്ലോത്ത് ഉണ്ട്. ഒന്നിന്റെ കളർ ബ്ലാക്കും ഒന്നിന്റെ കളർ വൈറ്റും. വൈറ്റ് ക്ലോത്തും ബ്ലാക്ക് ക്ലോത്തും ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 2 തുണിയിലേക്കും നിങ്ങൾ ഓരോ ഡ്രോപ്പ് മഷി ഇറ്റിക്കുക. നിങ്ങളെ ഭാവനയിൽ കാണുക, മഷി കുടയുന്നത് പോലെ കാണുക. എന്നിട്ട് നിങ്ങൾ നോക്കുക ഏതിലായിരിക്കും പെട്ടെന്ന് നമ്മൾ ആ ഒരു ഡ്രോപ്പ് ഓഫ് മഷി നമ്മൾ എവിടെയാ കാണാൻ പറ്റുക. തീർച്ചയായിട്ടും അത് വൈറ്റ് ക്ലോത്തിലായിരിക്കും പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലേ ഗൈസ്? അതുപോലെയാണ് പാപം ചെയ്ത് വഞ്ചിക്കപ്പെട്ട് കഠിന ഹൃദയരായിട്ട് പാപത്തിന്റെ ഒരു കറുപ്പിലായിട്ടിരിക്കുന്ന നമ്മുടെ മനസ്സാണെങ്കിൽ അതിലേക്ക് വീണ്ടും വീണ്ടും പാപം വന്നു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പക്ഷെ നമ്മുടെ മനസ്സ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആയിട്ടുള്ള ഒരു വൈറ്റ് ക്ലോത്ത് പോലെയാണ് നമ്മുടെ മനസ്സെങ്കിലോ ഒരു കുഞ്ഞു ചിന്ത വഴിയോ ഒരു വാക്ക് വഴിയോ ഒരു പ്രവൃത്തി വഴിയോ ഒക്കെ വരുന്ന പാപം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ കുമ്പസാരക്കൂട് തേടി പോകുന്നത് നമ്മുടെ പാപം വർദ്ധിക്കുമ്പോഴല്ല ഗൈസ്, മറിച്ച് നമ്മുടെ വിശുദ്ധി വർദ്ധിക്കുമ്പോഴാണ് നമ്മൾ കുമ്പസാരക്കൂട് തേടി പോകുന്നത് എന്ന് നമുക്ക് സത്യം തിരിച്ചറിയാം. അതുകൊണ്ടാണ് വിശുദ്ധരൊക്കെ ഒരുപാട് പ്രാവശ്യം ദിവസം തന്നെ കുറേ പ്രാവശ്യമൊക്കെ കുമ്പസാരിക്കുന്നവരുണ്ട് നമ്മുടെ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുമ്പോഴാണ് നമുക്ക് ആ ഒരു ചൈതന്യം, അതായത് ദൈവത്തിന്റെ ഒരു പാപബോധം നമുക്ക് വീണ്ടും വീണ്ടും കിട്ടുക. അപ്പൊ നമുക്ക് ഈശോ സ്നാപയോഹന്നാൻ പറയുന്നുണ്ട്, ഈശോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന്. അപ്പൊ പാപങ്ങൾ ഏതൊക്കെയാണ് എന്ന് ബൈബിളിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്ന വിശുദ്ധ ബൈബിളിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. അത് ഇങ്ങനെയാണ് പറയുന്നത്: ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ പാപങ്ങൾ ചിലപ്പോൾ നമ്മൾ 30% ആകാം, ചിലപ്പോൾ നമ്മൾ 60% ആകാം, ചിലപ്പോൾ നമ്മൾ 100% പാപം ഉള്ളവരാവാം. പക്ഷേ നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനം ഈശോയുടെ തിരുരക്തമാണ്. അതിന് നമുക്ക് ഈ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ തിരുരക്തത്താൽ നമ്മുടെ പാപങ്ങൾ എല്ലാം കഴുകിക്കളഞ്ഞ് നമുക്കൊരു ക്ലീൻ ഒരു ക്ലോത്ത് ആവാനായിട്ട് നമ്മുടെ മനസ്സ് ക്ലീൻ ആക്കാൻ സാധിക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാം. അതിന് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുരക്തത്താൽ, ഈശോയുടെ കുരിശുമരണത്താൽ നമ്മുടെ സകല പാപങ്ങളും കഴുകിക്കളയുക. നമുക്ക് കൂടുതൽ ഈശോയിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി. അപ്പൊ നമ്മുടെ പഴയ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് നമുക്ക് ഒരു പുതിയ സൃഷ്ടിയാവാം ഗൈസ്. അപ്പോൾ എല്ലാവരെയും ഒരു പുതിയ സൃഷ്ടിയാവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. അപ്പോൾ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന്, സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗാഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.